നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോഷ്ടാവ് എന്ന സംശയത്തിൽ മലയാളി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ സൗത്ത് 24 പർഗാനസ് ജില്ലയിലെ കുൾത്താലി മേഖലയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട ഏകാധിപത്യത്തിനൊടുവിൽ മമതാ സർക്കാർ അവിടെ വീണു. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP സർക്കാരാണ് അധികാരത്തിലേറിയിരിക്കുന്നത്. പല അക്രമ രാഷ്ട്രീയങ്ങൾക്കും ഇതോടുകൂടിയാണ് അവിടെ അവസാനമായിരിക്കുന്നത് എന്നാണ് ജനങ്ങളൊക്കെ തന്നെ ആശ്വസിക്കുന്നത്. കൃത്യമായിട്ട് കേന്ദ്ര സേനയുടെ ഇടപെടലും അവിടെയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. സംഭവത്തിൽ 7 പേർ പിടിയിലായിട്ടുണ്ട്. ഇതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. 5 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ജൂൺ 9-നാണ് ദാരുണമായ സംഭവം നടന്നത്. ശനിയാഴ്ച ഇതിന്റെ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പോലീസ് അറിഞ്ഞത്. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും കഴിഞ്ഞ ദിവസം 2 പ്രായപൂർത്തിയാകാത്തവരടക്കം 7 പേര് പിടികൂടുകയുമായിരുന്നു. ആകെ 8 പേരെയാണ് സംഭവത്തിൽ പിടികൂടിയത്. ഒരാളെ പിന്നീട് വിട്ടയച്ചു. പ്രതികളെയെല്ലാം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കുൽത്താലിയിലെ ഒരു പരിചയക്കാരന്റെ വീട്ടിൽ ജോലിക്ക് വന്നതായിരുന്നു മലയാളിയായ 30-കാരൻ. ജൂൺ 9-ന് രാവിലെ അടുത്തുള്ള ചന്തയിലേക്ക് പോയ ഇയാൾ താമസിച്ചിരുന്നതിന് തൊട്ടടുത്തുള്ള മറ്റൊരിടത്ത് വഴിതെറ്റിയെത്തി. യുവാവിന് ബംഗാളി ഭാഷ വശമുണ്ടായിരുന്നില്ല. പരിചയമില്ലാത്ത ആളെ പ്രദേശത്ത് കണ്ട പരിസരവാസികൾ ഇയാളെ തടഞ്ഞു നിർത്തി തിരിച്ചറിയൽ രേഖകൾ ചോദിച്ചു. ഭാഷ മനസ്സിലാകാത്തതിനാൽ ഇത് നൽകാനായില്ല. ഇതോടെ കള്ളരെന്ന് കരുതിയ ആളുകൾ ഇയാളെ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. പിന്നീട് ഒരാൾ പരിക്കേറ്റ് റോഡിൽ കിടക്കുന്നു എന്ന വിവരം കുൽത്താലി പോലീസ് അറിഞ്ഞ് അവിടെ സ്ഥലത്തെത്തി ഇയാളെ ജയനഗർ കുൽത്താലി ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ അപ്പോഴേക്കും ആൾക്കൂട്ട മർദ്ദനത്തിൽ യുവാവ് മരിച്ചിരുന്നതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ആ സമയം മർദ്ദനമേറ്റാണ് മരണമെന്ന് പോലീസിന് വിവരമുണ്ടായിരുന്നില്ല. പിന്നീട് സമൂഹ മാധ്യമ ദൃശ്യങ്ങൾ ലഭിച്ചതോടെയാണ് ആൾക്കൂട്ട കൊലയാണെന്ന് മനസ്സിലായത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. മരിച്ചയാളുടെ വിവരങ്ങളടക്കം ലഭിക്കേണ്ടതുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. ഇയാളോടൊപ്പം എത്തിയ സഹപ്രവർത്തകരെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു.